തരത്തിൽ ചിക്കൻ കറി വെക്കാൻ നമുക്കറിയാമല്ലേ. ചില റെസിപ്പീസൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് താനും. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയാലോ. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ആൻറ്റീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് സ്പൈസി ഗാർലിക് ചിക്കൻ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നമുക്ക് ഈ സ്പൈസി ഗാർലിക് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. സ്കിൻലെസ് ചിക്കൻ, ഇത് ബോണോട് കൂടിയുള്ളതാണ്. നിങ്ങൾക്കിഷ്ടം ബോൺലെസ് ആണെങ്കിൽ അതങ്ങനെ ചെയ്യാവുന്നതാണ്. ചിക്കൻ ഒരു 30 മിനിറ്റ്സ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്കതിലേക്ക് ബ്ലാക്ക് പെപ്പർ പൗഡർ, ഉപ്പിടാം. ഇത് ഡാർക്ക് സോയ സോസാണ്. ഇത് എണ്ണയാണ് ഒഴിക്കുന്നത്. ഏതെണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള, പിന്നീട് കോൺഫ്ലവർ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് വെച്ചേക്കണം. ഇത് 30 മിനിറ്റ്സ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു ബൗളിനകത്തോട്ട് ഒരു ടൊമാറ്റോ അടിച്ച് അതിൻ്റെ പ്യൂരി ഫ്രഷായിട്ട് അടിച്ചെടുത്താൽ മതി. അതിലേക്ക് നല്ല സ്പൈസി റെഡ് ചില്ലി സോസ്, ടൊമാറ്റോയുടെ കെച്ചപ്പ്, ഇത് ഡാർക്ക് സോയി സോസ്, അതിലേക്ക് കോൺഫ്ലവർ. ഇതിലേക്ക് നമുക്ക് അല്പം ബ്രൗൺ ഷുഗറും കൂടി ഇടാം. ഇപ്പോൾ ടൊമാറ്റോ പ്യൂരി അടിച്ച് ആ ബ്ലെൻഡർ ഒന്ന് റിൻസ് ചെയ്ത് ആ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സോസ് നമ്മൾ റെഡിയായിട്ട് വെക്കണം. അപ്പോൾ ഈ സോസൊക്കെ ഒഴിച്ചുകൊണ്ട് അതിന് ഉപ്പ് കാണും. അതുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ അഥവാ നോക്കിയിട്ടേ ഒഴിക്കാവൂ. ചിക്കൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി നോക്കാനായിട്ട് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ചിക്കൻ അതിനകത്തൊന്ന് വറുത്തെടുക്കണം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാനിടുമ്പം ഓരോരോ പീസായിട്ട് ഇടണം. അതുപോലെ ആദ്യം കുറച്ച് നേരത്തിന് ഇളക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇളക്കാൻ പാടുള്ളൂ. അതായത് വേറെ ആയിട്ട് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് അത് ഇടുന്നത്. ഇതൊരു ബ്രൗൺ കളറാകണം. ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം. ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ എടുത്ത് മാറ്റാം. ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഗാർലിക് ഇടാം. ഗാർലിക് ഒന്ന് ചെറുതായിട്ടൊരു വെളുത്തുള്ളി ഒരു പകുതി ഇതാകുന്നുണ്ടെങ്കിൽ അതിലേക്ക് പച്ചമുളകും ചുവന്ന മുളകും ഇടാം. സ്പ്രിംഗ് അണിയൻ്റെ വെള്ള ഭാഗം കൂടി ഇടണം. എന്നിട്ടിതൊന്ന് റോസ്റ്റ് ചെയ്യുക. വെളുത്തുള്ളി ഇങ്ങനെ ബ്രൗണിഷ് കളറാകുന്ന ഉടനെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ, നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരണം. അങ്ങനെ കുറുകി വരുന്നുടനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, ചെയ്ത് നോക്കണേ. ഈ സമയത്ത് ഇതിന് ഉപ്പുണ്ടോയെന്ന് നോക്കണം. പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അതിങ്ങനെ പറ്റി വരുമ്പോൾ നമുക്ക് ആ ഗ്രീൻ സ്പ്രിംഗ് അണിയൻസും കൂടെ കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതാണ് നമ്മുടെ സ്പൈസി ഗാർലിക് ചിക്കൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ കമൻസ് ബോക്സിൽ കമൻസായി പോസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.